ബോർഡ് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങളെ ഒരുപോലെ പ്രാപ്തരാക്കുന്ന സൈലം +2 സൂപ്പർ കിങ്സ് ബാച്ച്. ആ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികളോടും ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികളോടുമാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ഒത്തിരി തവണ ആവശ്യപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മെറ്റീരിയൽസ് റിവീൽ ചെയ്യാൻ പോവുകയാണ്. എസ്പെഷ്യലി JEE സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിലവിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ബേസിക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഏത് വിധത്തിലാണെന്നുള്ളത് ഇപ്പം തന്നെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. നിങ്ങളുടെ സ്ലൈഡ് ബേസ്ഡ് ക്ലാസ്സുകളിൽ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോവുക, ഒരു അധ്യാപകൻ എഴുതി പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഡെറിവേഷൻസും ബോർഡ് എക്സാമിനേക്ക് ആവശ്യമുള്ള ഡെറിവേഷൻസും ഇക്വേഷൻസും ലോസും പ്രിൻസിപ്പിൾസും ഷോർട്ട് കട്ടുകളും ഒരു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തുള്ള ട്രിക്കുകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരു അധ്യാപകൻ എഴുതി പഠിപ്പിക്കുന്ന ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സ്ലൈഡുകൾ ക്ലാസ് കഴിയുന്ന ഉടൻ തന്നെ പാർട്ടായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ആപ്പ് ത്രൂ. അത് നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും, അതായത് നിങ്ങളുടെ കോഴ്സ് അവസാനിക്കുന്നവരേക്കും എൻറ്റയർ ചാപ്റ്റേഴ്സിൻ്റെ സ്ലൈഡുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. അതിന് പുറമെയാണ് എക്സ്ക്ലൂസീവ്ലി ജെഇക്ക് വേണ്ടി മാത്രം, ജെഇക്ക് ഫോക്കസ് ചെയ്യുന്ന, ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായി നിങ്ങളുടെ ജെഇയുടെ ലെവല് വളരെ ബേസിക് ലെവൽ തന്നെ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഈ മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ മെറ്റീരിയൽ നിങ്ങളെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ നിലവാരം ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. JEE സ്റ്റുഡൻസിനായി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓരോ സബ്ജക്റ്റിൻ്റെയും 2 പാർട്ട് വീതമായിട്ടാണ് ബുക്കുകൾ ഉണ്ടാവുക. ആ ബുക്കിൽ കണ്ടന്റും ക്വസ്റ്റ്യൻസും അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് ബുക്ക് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ മെറ്റീരിയലിലെ കിറ്റിൽ അവൈലബിൾ ആണ്. മാത്രവുമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് മാപ്പ് ഒരു മെറ്റീരിയലിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബുക്കായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. ഈ മൈൻഡ് മാപ്പിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ സൈലത്തിൽ പഠിച്ചിറങ്ങി നീറ്റ് JEE ഒക്കെ ക്രാക്ക് ചെയ്ത് വിവിധ MBBS കോളേജിലും NITയിലും IITയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ ഇൻ്റർവ്യൂസിലും അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിലൊക്കെ ഒത്തിരി തവണ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ഈ മൈൻഡ് മാപ്പ്. സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ലാസ്റ്റ് ടൈമിൽ റിവിഷനിൽ മൈൻഡ് മാപ്പ് വെച്ചിട്ടാണ് പഠിച്ചത്. അങ്ങനെ ഒത്തിരി തവണ ഈ മൈൻഡ് മാപ്പ് എന്നുള്ള വാക്ക് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ഇത് ഈ വർഷത്തെ മൈൻഡ് മാപ്പിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്, ഇതൊക്കെ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ ഫിസിക്സിൻ്റെ നമ്മുടെ ജനറൽ മെറ്റീരിയലാണ് എടുക്കാൻ പോകുന്നത്. ഫിസിക്സിൽ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇത് ഫിസിക്സിൻ്റെ പാർട്ട് A ആണ്. പാർട്ട് Aയിലെ 1ാമത്തെ മൊഡ്യൂൾ. നമ്മൾ ഓരോ പാർട്ടിനെയും മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ മൊഡ്യൂൾ ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ എക്സാംസും ഒബ്ജക്റ്റീവ് എക്സാംസും അതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കണ്ടന്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതൊക്കെ പഠിച്ച് റെഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചാപ്റ്ററിൻ്റെ വളരെ ബേസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ മെറ്റീരിയൽ തന്നെയാണ്, ഈ മെറ്റീരിയലുള്ള കണ്ടന്റ് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന സ്ലൈഡ്സിലും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. നമ്മൾ സ്ലൈഡിൽ പഠിക്കുന്ന അതേ ഓർഡറിൽ അതേ കണ്ടന്റ് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ മറച്ചു വെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വീണ്ടും റീകോൾ ചെയ്ത് ഓർത്തെടുക്കാൻ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ചാർജ്ഡ് ബൈ ഇൻഡക്ഷൻ ഒക്കെ പറയുന്ന NCERTയിൽ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ആ ചാർജ്ഡ് ബൈ ഇൻഡക്ഷൻ ഏത് വിധത്തിലാണ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൂളോംസ് ലോൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വെക്റ്റർ ഫോം. പിന്നെ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് എത്രത്തോളം നമുക്ക് മനസ്സിലായത് നമ്മൾ തിരിച്ചറിയുക എപ്പോഴാന്ന് വെച്ചാൽ ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ഫിസിക്സിൽ എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ കണ്ടന്റ് ഡെവലപ്പ് ആവും. വെറൈറ്റി ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വെറൈറ്റി ക്വസ്റ്റ്യൻസ് അന്വേഷിച്ച് നിങ്ങൾ എവിടെയും പോകണ്ട. ഘട്ടമായി സ്റ്റെപ്പായി ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽ. അതിൽ ആദ്യം നമുക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്ന ഒരു കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടന്റ് എത്രത്തോളം നമുക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ആ ടോപ്പിക് കഴിഞ്ഞു, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുന്നു. അടുത്ത ടോപ്പിക്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു, അതിൻ്റെയും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഈ എക്സാമ്പിൾസിലൂടെ ഒക്കെ പോയി നമ്മൾ അവസാനം എത്തുന്നത് ഈ ചാപ്റ്ററിൻ്റെ അവസാനം ലെവൽ 1ലെ ഷോർട്ട് നോട്ട്സ്. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് നോട്ട്സ്. അതായത് ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് കൃത്യമായി അലൈൻ ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നു, അതിനുശേഷം ഈ ഷോർട്ട് നോട്ട്സിലൂടെയും കൂടെ കടന്നു പോകുന്നു. ശേഷമാണ് നമ്മൾ സോൾഡ് എക്സാമ്പിൾസ് പോകുന്നത്. സോൾഡ് എക്സാമ്പിൾ ശരിക്കും ലെവൽ 1 ആണ് ആക്ച്വലി. അതായത് ഓരോ കോൺസെപ്റ്റിൻ്റെയും ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലാക്കി സോൾവ് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം തന്നെ അതിൻ്റെ സൊല്യൂഷൻസും ഉണ്ട്. പിന്നെ ഗ്രാഫിക്കൽ അനാലിസിസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല.
പിന്നെ ആ ലെവൽ കഴിയുന്നതോടുകൂടി നമ്മൾ അടുത്ത ലെവലിലേക്ക് കിടക്കുകയാണ്. എക്സസൈസ് നമ്പർ 1 ടോപ്പിക് വൈസ് ആയിട്ട്. അതായത് കൂളോംസ് ലോന്റെ ക്വസ്റ്റ്യൻസ്. അതിപ്പോൾ നിങ്ങൾ കൂളോംസ് ലോ പഠിച്ചതിന്റെ ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ സെഷനിൽ വന്നിട്ട് എക്സസൈസ് 1 കൂളോംസ് ലോന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ ആ ലെവൽ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ലേണിംഗ് പ്ലസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റ്യൻസ്, അതും സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അടുത്ത് നമ്മൾ എത്താൻ പോകുന്നത് JEE അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ. അതായത് ഒരു JEE ആസ്പിറൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുക ഒരു JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്റ്റെപ്പിലേക്കും കൂടെ നമ്മൾ എത്തുന്നു. മൾട്ടി കൺസെപ്റ്റായ JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ എവിടെയും അന്വേഷിക്കേണ്ടതില്ല. നമ്മുടെ ഈ മെറ്റീരിയലിൽ അത് കൃത്യമായിട്ട് നിങ്ങളെ ഓരോ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മൾ അഡ്വാൻസ്ഡിലേക്ക് എത്തിയിട്ടേ നമ്മൾ ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുന്നുള്ളൂ. ആ അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യന് ശേഷം നമ്മൾ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട്. അപ്പോൾ സാധാരണ ഒരു PYQന് വേറെ മെറ്റീരിയൽ, കണ്ടന്റിന് വേറെ മെറ്റീരിയൽ, ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസിനായിട്ട് വേറെ, അങ്ങനെ പല മെറ്റീരിയൽ റെഫർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക്. പക്ഷേ അവിടേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നിങ്ങളുടെ മെറ്റീരിയലിലെ ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസേഴ്സ് കീസ് ഏറ്റവും അവസാനം അതിൻ്റെ ആൻസർ കീസ് ഉണ്ടാവും. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ സെപ്പറേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ മറ്റൊരു ബുക്കിലുണ്ട്. പക്ഷേ ആസ് എ ടീച്ചർ ഞാൻ നിങ്ങളോട് പറയാം, ആ സൊല്യൂഷൻ ബുക്ക് നിങ്ങൾ ആദ്യം എടുത്ത് റെഫർ ചെയ്യരുത്. അത് അവിടെ മാറ്റി വെക്കുക. നിങ്ങൾ സ്വയം സോൾവ് ചെയ്യുക, നന്നായിട്ട് കഷ്ടപ്പെടുക, നന്നായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യട്ടെ. നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്ത് ഒരു രക്ഷയും ഇല്ലാന്ന് തോന്നുമ്പോൾ മാത്രമേ സൊല്യൂഷൻ ബുക്ക് എടുത്ത് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ സൊല്യൂഷൻ ബുക്ക് അവിടെ ഉണ്ടെന്ന് കരുതി അത് എപ്പോഴും എടുത്ത് റെഫർ ചെയ്യരുത്. നിങ്ങൾ തന്നെ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. അവസാനം ഒരു റെഫറൻസിനായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ബുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് അത് രണ്ട് ബുക്കായിട്ട് നമ്മൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ഇതേ രൂപത്തിലാണ് എല്ലാ ചാപ്റ്ററും പോകുന്നത്. ആ മെറ്റീരിയലിൻ്റെ സൊല്യൂഷൻ ബുക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതേ ഓർഡറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സൊല്യൂഷൻ ബുക്കുകളും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് സൊല്യൂഷൻ ബുക്കുകളും ഈ കിറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നൗ മൈൻഡ് മാപ്പ്. കഴിഞ്ഞ വർഷത്തെ മൈൻഡ് മാപ്പും ഈ വർഷത്തെ മൈൻഡ് മാപ്പും തമ്മിലുള്ള ഡിഫറൻസ്, പ്രധാന വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഓരോരോ മൈൻഡ് മാപ്പുകൾ ഓരോ ചാപ്റ്ററിന് സെപ്പറേറ്റ് ഷീറ്റുകളായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിക്കും സെപ്പറേറ്റ് ഷീറ്റുകളായിരുന്നു മൈൻഡ് മാപ്പ്. അപ്പോൾ ഒത്തിരി പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണെങ്കിലും അത് മിസ്സായി പോകുന്നൊരു ഒരു ബുദ്ധിമുട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഈ മൈൻഡ് മാപ്പുകളൊക്കെ അതിൻ്റെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് കൃത്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് ഒരു ബുക്കിൻ്റെ രൂപത്തിലാണ് മൈൻഡ് മാപ്പ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത്. നോക്കുക, നമുക്കിവിടെ ഇൻഡെക്സ് ഉൾപ്പെടെ നമ്മളിപ്പോൾ കണ്ട ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഇലക്ട്രോസ്റ്റാറ്റിക് ചാപ്റ്ററിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ പല പേജുകളായിട്ട് കണ്ടല്ലോ. ആ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫസ്റ്റ് പാർട്ട്, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ആ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഷീറ്റ് കാണുന്നത്. വിച്ച് മീൻസ് ആ ഫുൾ ചാപ്റ്റർ, ആ കംപ്ലീറ്റ് ചാപ്റ്റർ, ആ ചാപ്റ്ററിലുള്ള ഈച്ച് ആൻഡ് എവറി JEE പോയിന്റ് കംപ്ലീറ്റ്, JEE എക്സാമിൻ്റെ പോയിന്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ ഷീറ്റ് ഓഫ് പേപ്പറിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ആ ചാപ്റ്റർ എത്രത്തോളം കോൺഫിഡൻസ് വന്നു, ആ ചാപ്റ്ററിൽ എത്രത്തോളം നിങ്ങൾക്ക് അറിവുണ്ട്, ആ ചാപ്റ്റർ എത്രത്തോളം നിങ്ങൾ റിവൈസ്ഡ് ആയി എന്നറിയാൻ ഈ ഒരൊറ്റ ഷീറ്റിലേക്ക് നോക്കിയാൽ മതി. ഒരൊറ്റ നോട്ടത്തിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങളെ കൺമുന്നിലെത്തുന്നു. നോക്കൂ, ഇത് സാധാരണ ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ആ കുട്ടി ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കി മനസ്സിലാക്കി ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസും പോയിന്റുകളൊക്കെ ഒരു A4 ഷീറ്റിൽ സ്വയം എഴുതി ഉണ്ടാക്കി വെക്കാറാണ് സാധാരണ. പക്ഷേ ആ പണി നിങ്ങൾ എടുക്കണ്ട. ആ പണി ഓൾറെഡി സൈലം ഫാക്കൽറ്റീസ് എടുത്തു കഴിഞ്ഞു. നമ്മൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി, അതായത് ഒരു കുട്ടി ഉണ്ടാക്കേണ്ട ഷോർട്ട് നോട്ട് നമ്മൾ ഉണ്ടാക്കി നിങ്ങളെ കൈകളിലേക്ക് തരികയാണ്. അപ്പോൾ അത്രയും എഫേർട്ട് നിങ്ങൾക്ക് കുറവാണ്. പക്ഷേ ഇത് നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആക്കണം. എങ്ങനെ? നിങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത ഒരു ഷീറ്റാണ് ഓരോ ചാപ്റ്ററിനെയും മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മറ്റും ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയേക്കാം. ചില ഇക്വേഷൻസ് ഒക്കെ കുറെ കൂടെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ ഇക്വേഷനിൽ ഒരു ഷോർട്ട് കട്ടും കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൈൻഡ് മാപ്പ് വായിച്ച് ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ബോക്സ് ചെയ്തതിൻ്റെ അപ്പുറം നിങ്ങൾക്കും ചില പോയിന്റുകൾ ഇതിൽ ആഡ് ഓൺ ചെയ്യാണ്ടാവും. അങ്ങനെ നിങ്ങൾ പെൻസിലിൽ അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ ഈ മൈൻഡ് മാപ്പിൽ കുറെ കൂടെ എക്സ്ട്രാ പോയിന്റുകൾ കൂടെ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്വന്തം കസ്റ്റമൈസ്ഡ് മൈൻഡ് മാപ്പായി. നമ്മളെല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത് ഒരേ മൈൻഡ് മാപ്പ് ആണെങ്കിലും ഓരോ കുട്ടി ആ മൈൻഡ് മാപ്പ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതൊക്കെ വ്യത്യസ്ത മൈൻഡ് മാപ്പുകളായി മാറും. ഇത് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയുകയല്ല, പല കുട്ടികളും മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അപ്പം അത്ര യൂസ്ഫുൾ ആയത് എൻ്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ മെറ്റീരിയലിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവാൻ പോകുന്നതും സാറ്റിസ്ഫൈഡ് ആവാൻ പോകുന്നതും
പോകുന്നതും ഈ മൈൻഡ് മാപ്പ് ആയിരിക്കും. കാരണം അത്ര യൂസ്ഫുൾ ആണ് ഈ മൈൻഡ് മാപ്പ്. ഓരോ ചാപ്റ്ററും കൃത്യമായി അതിൻ്റെ കണ്ടന്റ് ഒന്നും ചോർന്നു പോകാതെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ പെട്ടെന്ന് കണ്ടപ്പോൾ ഇവിടെ നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്, അതായത് കുറേ സ്ഫിയേഴ്സുകൾ ജോയിൻ ചെയ്ത് ഒരു വലിയ സ്ഫിയർ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ചാർജ്, റേഡിയസ്, പൊട്ടൻഷ്യൽ, അതൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്ട് കട്ടുകളാണ്. സോ അതൊക്കെ മിസ്സായി പോവാതിരിക്കാൻ അങ്ങനെ വളരെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ചാപ്റ്ററും കാണിച്ചു തരുന്നില്ല, കാരണം നിങ്ങളെ കൈകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോ പേജും മറച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ക്യൂരിയോസിറ്റി, ഒരു ഹാപ്പിനെസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ എല്ലാ ചാപ്റ്ററും കാണിക്കുന്നില്ല. കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒക്കെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന കുട്ടികൾ ഒരുപാട് ആവർത്തിച്ച് പറയുന്നതാണ് ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ മൈൻഡ് മാപ്പ് ഒക്കെ അത്രയും ഹെൽപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും, ഓരോ പോയിന്റ്സുകളും കൃത്യമായി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി മൈൻഡ് മാപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മൈൻഡ് മാപ്പ് നോക്കി റെഫർ ചെയ്യരുത്. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ മൈൻഡ് മാപ്പ് നോക്കേണ്ടത്. അപ്പോഴാണ് ഈ സാധനത്തിന്റെ ഉപകാരം ശരിക്കും നിങ്ങൾ തിരിച്ചറിയുക. ഇത്രയാണ് സൂപ്പർ കിങ്സിന്റെ മെറ്റീരിയൽ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ അഡ്മിഷനായി സൈലത്തിന്റെ IVR നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് എന്ന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷനിൽ ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾ അഡ്മിഷൻ അവിടെ രേഖപ്പെടുത്തുക. അതല്ലാതെ മെറ്റീരിയൽ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സൈലം സ്റ്റോർ വഴി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് നിങ്ങളുടെ വീട്ട് അഡ്രസ്സിൽ മെറ്റീരിയൽ നിങ്ങളെ വീടുകളിലേക്ക് എത്തുന്നതാണ്. സോ ഈ രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഒന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽ എന്നുള്ള രൂപത്തിൽ അഡ്മിഷൻ എടുക്കാം. അതല്ല എങ്കിൽ മെറ്റീരിയൽ മാത്രമായിട്ട് സൈലം സ്റ്റോർ വഴി നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. കൊറിയർ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൈലം സ്റ്റുഡൻ്റ് അല്ലാത്തൊരു കുട്ടിക്ക് പോലും, ഒരു നോൺ സൈലം സ്റ്റുഡൻറ്റിന്, കാരണം സൈലത്തിൽ പഠിക്കുന്നില്ല പക്ഷേ ഈ മൈൻഡ് മാപ്പ് മെറ്റീരിയൽ വേണം, ഈ മൈൻഡ് മാപ്പ് നോക്കി പഠിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സൈലത്തിലെ സ്റ്റുഡൻ്റ് അല്ലാത്ത കുട്ടികൾക്ക് പോലും ഈ സൈലം സ്റ്റോർ വഴി ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഗെറ്റ് റെഡി ഗൈസ്, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.